നമ്മൾ മോശപ്പെട്ട കച്ചവടം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കള്ളത്തരം കാട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വേറൊരാൾ കയറിയിരിക്കേണ്ട കസേരയിൽ ബാക്കിലൂടെ കളിച്ചിട്ട് അവനെ തട്ടിയിട്ടിട്ട് നമ്മൾ കയറിയിരുന്നത് കൊണ്ടാണ് നമ്മളെ കുടുംബം മര്യാദയ്ക്ക് പോകുന്നത് എന്നതാണ് നമ്മുടെ ചിന്ത. ഈ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തീർത്തും പിശാചാണ്. ആ പിശാചിനെ വർജിക്കുക തന്നെ വേണം. അത് പല നിലക്കുണ്ടാവും. തലയെക്കെട്ട് കെട്ടിയാൽ പോലും ഇതുണ്ടാവും. തലയെക്കെട്ട് കെട്ടിയാൽ പോലും വിവരമുണ്ട്, തലയെക്കെട്ടുണ്ട്, എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പിശാച് സ്വാധീനിക്കും. 90% ജനങ്ങളെയും ഇത് ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 90% ജനങ്ങളിലെ 100% ജനങ്ങളെയും. അത് നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന വളരെ അടിസ്ഥാനപരമായ കുഫ്രിന്റെ അടിസ്ഥാനമായ ഒരു ധാരണ. ആ ധാരണ കൊണ്ട് കാഫിറാകുമെന്നല്ല ഞാൻ പറയുന്നത്. ആ ധാരണ അടിസ്ഥാനം കുഫ്റിൽ നിന്ന് മുളച്ചു പൊങ്ങിയതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം അങ്ങനെയല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അദ്കാറുകളിലെ കൂട്ടത്തിലുണ്ടല്ലോ, എല്ലാ ദിവസവും 100 തവണ ബിസ്മിയും 100 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീമും ചൊല്ലിയ ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? നമ്മൾ അതിന്റെ ഒരു ബുദ്ധിപരമായ വീക്ഷണം പറയും. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മിഫ്താഹുർ റഹ്മത്താണ്, റഹ്മത്തിന്റെ താക്കോലാണ്. അത് മിഫ്താഹുർ റഹ്മത്താണ്, റഹ്മത്തിന്റെ താക്കോലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരു 100 തവണ ചൊല്ലുമ്പോൾ സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മാണിക്കക്കല്ലായ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കിട്ടും. 2 അതിലേക്ക് ചേർത്ത് വലാ ഹൗല വലാ ഖുവത. ഇത് ബഹുമാനപ്പെട്ട മഹാന്മാര് മുസ്തഫ നബി കൽപ്പിച്ചു, മഹാന്മാർ ചൊല്ലിപ്പോരുന്നു, പലരും ചൊല്ലുന്നുണ്ട്. ഈ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇത് സത്യത്തിൽ ഒരു ദിക്റാണെങ്കിലും ഒരു നിലപാടാണ്. വലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മിയിലേക്ക് ചേർത്ത് അവിടെ വാവും കൂടി കൂട്ടി പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒറ്റക്ക് പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അങ്ങനെ പറയും. എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം? ഏത് ചീത്തയിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഏത് നന്മയിലേക്കും നേട്ടത്തിലേക്കും എത്തിച്ചേരാനും കഴിയില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ല. അള്ളാഹുവാണ് അതിലേക്ക് വഴി നടത്തുന്നവൻ, അള്ളാഹുവാണ് വാതിൽ തുറന്നു തരുന്നവൻ. അപ്പോൾ എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാം നമുക്കൊന്നുമില്ല. ഇത് ഈമാനിന്റെ ഉജ്ജ്വലമായ ഒരു രീതിയാണ്, ഒരു അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് മഅരിഫത്ത് ഉണ്ടാവുക. ഈ അടിസ്ഥാനം ഇല്ലാത്തവർക്ക് മഅരിഫത്ത് ഉണ്ടാവും. ഇത് തന്നെ, ഇതൊരു ദിക്റാണെങ്കിലും ഇതൊരു നിലപാടാണ്. എന്റെ കാര്യം എന്റേതല്ല. എനിക്ക് 5-6 കുട്ടികൾ തന്നത് ഞാനല്ല, അള്ളാഹുവാണ്. അതുകൊണ്ട് വമാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതിനനുസരിച്ച് അവർക്ക് റിസ്ഖ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റേതല്ല, എന്റെ റബ്ബിനെ. ഞാൻ പണിയെടുത്താൽ മതി, ബാക്കി കാര്യം അള്ളാഹു നിർവഹിക്കും. എനിക്കനുസരിച്ച ഒരു വീട് എനിക്കുണ്ടാകേണ്ടത് എന്റെ ഇസ്സത്തിന്റെ ഭാഗമാണ്. ആ രൂപത്തിൽ ഒരു സ്റ്റാൻഡ് എനിക്ക് സമൂഹത്തിൽ ഉണ്ടാക്കി തന്ന എന്റെ റബ്ബാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു വീട് എനിക്കുണ്ടാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ല, എന്റെ റബ്ബ് നിർവഹിച്ചു തരേണ്ടതാണ്. റബ്ബ് നിർവഹിച്ചു തരും. എനിക്ക് ഞാനനുസരിച്ചുള്ള ഒരു വാഹനം വേണം, അത് എന്റെ കാര്യമല്ല. എന്റെ നിലപാടിൽ എനിക്കൊരു നിലപാടുണ്ടല്ലോ. എന്റെ നിലപാടനുസരിച്ചൊരു വാഹനം എനിക്ക് വേണം. ആ വാഹനം ഉണ്ടാക്കേണ്ടത് എന്റെ ധർമ്മമല്ല, എന്റെ റബ്ബ് ചെയ്തു തരേണ്ട കാര്യമാണ്. അതിന്റെ റബ്ബ് ചെയ്തു തരും. എന്റെ നിലപാടനുസരിച്ച് എന്റെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കണം, അത് എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സമൂഹത്തിൽ ഇന്നപ്പോഴത്തെ ആളുകൾക്കെല്ലാം അവരുടെ മക്കൾ പഠിക്കുന്നത് പോലെ ഉയർന്ന നിലക്ക് പഠിക്കണമല്ലോ എന്റെ മക്കളും. ഇല്ലെങ്കിൽ മക്കൾക്ക് സ്വാഭാവികമായും ഒരു അപകർഷതാബോധം വരും. അത് അവരുടെ എന്റെ കുടുംബ ബന്ധത്തെ പോലും ബാധിക്കും. ഈ നിലപാടും സ്റ്റാറ്റസും എല്ലാം സൊസൈറ്റിയിൽ എനിക്ക് ഉണ്ടാക്കി തന്ന എന്റെ റബ്ബാണ് അതിനൊക്കെ വഴി തരേണ്ടത്. അപ്പോൾ എന്റെ കുട്ടികൾക്ക് നല്ല ഫീസ് കൊടുക്കണം, ആയിക്കോട്ടെ, വഴി തുറന്ന എന്റെ അള്ളാഹുവാണ്, ഞാനല്ല. പിന്നെ എന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും എന്റെ സ്റ്റാൻഡിനനുസരിച്ചും എന്റെ പദവിക്കനുസരിച്ചും വിരുന്നുകാർ എനിക്കുണ്ടാവും. ആ പദവി എനിക്ക് തന്നതും എന്റെ റബ്ബാണ്. ആ വിരുന്നുകാരെ എന്നിലേക്ക് തിരിച്ചു വിട്ടത് എന്റെ റബ്ബാണ്. അപ്പോൾ ആ വിരുന്നുകാരെ സൽക്കരിക്കേണ്ട ഒരു വിഭവം എന്റെ കയ്യിലുണ്ടാവണം. അതും എന്റെ ധർമ്മമല്ല, എന്റെ റബ്ബിന്റെ ധർമ്മമാണ്. എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്റെ നിലപാട് മുന്നോട്ട് പോയാൽ മതി. അതാണ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പിന്നെ ഒരു നാട്ടിൽ ഞാൻ ജീവിക്കുന്നു. ആ നാട്ടിൽ പല വിഷയങ്ങളുണ്ട്. ആ നാട്ടിൽ എല്ലാ കാര്യത്തിലും മാധ്യൻ മാനവിയൻ ഞാൻ ബന്ധപ്പെടണം. എല്ലാ കാര്യത്തിലും സംസാരിക്കേണ്ട അടുത്ത് എൻ്റെ സംസാരം ഉണ്ടാവണം. അതിന് ചെലവൊന്നുമില്ല. അതേ സമയത്ത് ഇടപെടേണ്ട അടുത്ത് ഇടപെടുകയും വേണം. ഒരു പള്ളി, ഒരു മദ്രസ, മറ്റു കാര്യങ്ങൾ, ഒരു ആശുപത്രി, ഒരു റോഡ് നിർമ്മാണം,
പിന്നെ ഒരു സാധുവിനെ കുട്ടിയെ കെട്ടിക്കല്, പിന്നെ അതേപോലെ തന്നെ ഒരു കിഡ്നി പോയ ആളെ കാര്യത്തിൽ ഇടപെടും. ഇങ്ങനെ ദൈനംദിന കാര്യത്തിൽ പറയും. ചില ആളുകൾ പറയും, ചില ധനാഢ്യന്മാരൊക്കെ പറയാറുണ്ട്, മര്യാദക്കൊന്ന് പട്ടിണി അടക്കണമെങ്കിലും എനിക്കൊരു 5000 രൂപ ദിവസം വേണമെന്ന് പറയും ചില ആളുകൾ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനത്തെ സ്ഥാനം അയാൾക്ക് അല്ലാഹു തആല നൽകി? അപ്പൊ ആ പൈസ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അയാളല്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിൽ സറണ്ടറായാൽ മതി, അതൊക്കെ ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ റമദാൻ കഴിയുമ്പോഴത്തിന് നമുക്ക് തോന്നിയ പഴയ ജീവിതത്തിലേക്ക്, പഴയ വരുമാനത്തിലേക്ക്, പഴയ തോന്നിയാസത്തിലേക്ക് പോകും? ഇങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭക്ഷണം ഹലാലാക്കാതെ ഒരു മനുഷ്യന് നന്നാക്കാൻ കഴിയില്ല. ഒരു കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നാട്ടിലെ ധനാഢ്യന്മാർക്ക് ഒരു താപ്പും നാട്ടിലെ സാധാരണക്കാർക്ക് രണ്ടാമത്തെ വേറൊരു താപ്പുമായ നിലക്കുള്ള ഇമാമാണെങ്കിൽ ആ ഇമാമിനെ പടച്ചോനെ പേടിച്ച് നിസ്കരിക്കാൻ കഴിയില്ല. ആ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ഉഷുക്കും കിട്ടൂല്ല. അങ്ങനെയും വിചാരിക്കണം. ഇമാമിന്റെ താപ്പ് രണ്ടാണ്. ഇമാമിന് 2 താപ്പാണത്. മുതലാളിമാർക്ക് ഒരു താപ്പും സാധാരണക്കാർക്ക് വേറൊരു താപ്പും കൊണ്ടാണ് അയാൾ അളക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അണ്ണാക്ക് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അയാൾക്ക് ഖുശൂഅ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറാനിയത്തെ കൽബിലിട്ടാലല്ലേ പടച്ചോനെ പേടിയുണ്ടാവുള്ളൂ. അയാൾക്ക് മുതലാളിമാരെ ബഹുമാനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മുതലാളിമാരെ ബഹുമാനിക്കുകയും മുതലാളിമാർക്ക് ഒരു പ്രത്യേക പരിഗണനയും അവർ വിളിച്ചാൽ ഹാജരാകലും സാധാരണക്കാരന്റെ ഹാജരാകലും അയാൾക്ക് മടിയാകലും, ഇങ്ങനെയാണ് ഒരു പള്ളിയിൽ ഇമാം വെക്കുന്നത്. അറ്റ്ലീസ്റ്റ് എല്ലാവരും മന്ത്രിയുമല്ല, പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, ഉദ്യോഗസ്ഥനല്ല, കച്ചവടക്കാരനല്ല, മൂല്യേര് വരെ അയാൾക്ക് 2 താപ്പാണ് എങ്കിൽ അയാളെ പിന്നിൽ നിസ്കരിക്കുന്നവർക്ക് വരെ മര്യാദയ്ക്ക് ഖുശൂഅ് ഉണ്ടാവില്ല. അത് കിട്ടൂല. കാരണം മുരട്ടിലുണ്ടായാലല്ലേ ബാക്കിലുണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ താപ്പുണ്ടാകാൻ കാരണം? എന്താ കാരണം? ഈ താപ്പുണ്ടാകാനുള്ള കാരണം ദുനിയാവിനെ കുറിച്ചുള്ള പേടി. എന്റെ കാര്യം ഞാൻ തന്നെ നടത്തി തരണമല്ലോ എന്ന പേടി, എന്റെ കാര്യം ഞാനാണ് നടത്തുന്നത് എന്ന ഒരു ചിന്ത, എന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് പറയേണ്ടത് പറയാൻ കഴിയൂല. മുതലാളിമാര് മുബത്തദിഈങ്ങളായി ബിദ്അത്തിനനുസരിച്ച് മൂളുന്ന മുതലാളിമാരും അങ്ങനെയാണ്. ചില നാടുകളിൽ എന്താണ് ബിദ്അത്തിന്റെ ലാഞ്ചനയുള്ള ബിദ്അത്തിന്റെ തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ആഫായി നടക്കുന്ന ചില പള്ളിയിലെ പ്രധാനപ്പെട്ട സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ടാവും. ഈ ആളുകൾക്കനുസരിച്ച് പള്ളിയിലെ ഇമാം ചാഞ്ഞും ചെറിയ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅ വെട്ടി തുറന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇവൻ ഒരു ഇമാമിന് പോലും അവരെയൊക്കെ ബാധിക്കുന്നത് എല്ലാവരും, അവരെ നല്ല നമ്മളെല്ലാം, നമ്മൾ അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആരാണെങ്കിൽ അത് ബാധിക്കുന്നത് എല്ലാവരെയും ഒരു ചിന്തയാണ്. എല്ലാവർക്കും ഒന്നാണ്, ചിന്ത ഒന്നാണ്. പിന്നെ അവരവരുടെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ സ്വാധീനവും അതിന്റെ പ്രതിഫലനവും സമൂഹത്തിൽ ഏറെ കുറഞ്ഞും ഇരിക്കുന്നേ ഉള്ളൂ. ചിന്ത എല്ലാവർക്കും ഒന്നാണ്. അപ്പൊ എന്നത് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം എന്താണ്? കാരണം അള്ളാഹുവിലുള്ള അചഞ്ചലമായ യഖീൻ ഖൽബിൽ രൂഢമൂലമായിട്ടില്ല എന്നതാണ്. അള്ളാഹുവിനുള്ള അചഞ്ചലമായ യഖീൻ ഖൽബിൽ രൂഢമൂലമായാലോ പിന്നെ ആ യഖീനിൽ നിന്ന് പൊങ്ങണ സാധനമാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിലുള്ള യഖീൻ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ ആ യഖീനിൽ നിന്ന് സ്വയം ഹൃദയത്തിൽ മുളച്ച് പൊങ്ങേണ്ടതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. യഖീൻ ഖൽബിൽ രൂഢമൂലമാകാതെ പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് ദിക്ർ മാത്രമായിരിക്കും. ഒരിക്കലും അത് യഖീനിന്റെ ഉൽപ്പന്നമാവില്ല. അത് ദിക്റിനപ്പുറം ഒന്നും ആവില്ല. അതിൽ നിന്ന് ഈമാൻ ഉണ്ടാവില്ല. ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ നമ്മളാണ് നമ്മളെ കാര്യം നടത്തുന്നത് എന്നുള്ള ഒരു ധാരണ. നമ്മളെ കാര്യമൊക്കെ നമ്മളാണ് നടത്തുന്നത്, നമ്മളാണ് നമ്മളെ കാര്യം നിയന്ത്രിക്കേണ്ടത്, ഒക്കെ നമ്മളാണ്, നമ്മൾ എന്ന ചിന്തയാണ് ഇവിടെയൊക്കെ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അതിന് മാറുക തന്നെ വേണം. അതിന് മാറാത്ത കാലത്തോളം വലിയോനും ചെറിയോനും ഒക്കെ ഭൗതികവാദിയാവും. വേഷം എന്താണെങ്കിലും ഭൗതികവാദിയാവും. കച്ചവടക്കാരൻ നന്നാവൂല, ഉദ്യോഗസ്ഥൻ നന്നാവൂല, മന്ത്രിയും നന്നാവൂല. മന്ത്രിക്കും നന്നാവാലോ. നന്നായ മന്ത്രിമാരില്ലേ? ആരിഫീങ്ങളായ മന്ത്രിമാരില്ലേ? സദീഖീങ്ങളായ മന്ത്രിമാരില്ലേ? ആരിഫീങ്ങളും സദീഖീങ്ങളുമായ മന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മഹാനായ ഡൽഹി സൽത്തനത്തിൽ എത്ര വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖജനാവിലെ പണം കൊണ്ട് വാങ്ങിയ എണ്ണ സ്വന്തം വീട്ടുകാര്യത്തിൽ പോലും ഉപയോഗിക്കാത്ത അത്ര രാജാതിരാജിൽ വലിയ ഉന്നതനായ ചക്രവർത്തി. എന്നിട്ട് ആ ചക്രവർത്തി പോലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പണിയെടുക്കുന്നതോടുകൂടെ ഉള്ള മുതൽ മുഴുവൻ നാശാക്കിയ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഉള്ള മുതലിൽ കള്ള മുതൽ കൂടിയാൽ ഉള്ള മുതലും കള്ള മുതലാകുന്നാണല്ലോ പ്രമാണം. അപ്പൊ ഇവിടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിന് കുബേര കുചേല വ്യത്യാസമല്ല, പണ്ഡിത പാമര വ്യത്യാസമല്ല. മനുഷ്യർക്ക് സംഭവിച്ചു പോകുന്ന അടിസ്ഥാനം
ജനങ്ങൾ റമദാനിൽ മാത്രം നന്നാവുകയും റമദാൻ കഴിഞ്ഞാൽ പഴയടി പോവുകയും ചെയ്യാനുള്ള അടിസ്ഥാന കാരണം എന്താ? ഇലാഹിൽ അചഞ്ചലമായ നമ്മളെ നടത്തുന്നത് നമ്മളാണ് എന്ന കുഫ്രിന്റെ ധാരണ പെയ്യെ നമ്മൾ അറിയാതെ മുസ്ലിമിലും കയറി വന്നു. അത് കുഫ്രിന്റെ ധാരണയാണ്, അത് മുസ്ലിമിന്റെ ധാരണയല്ല. മുസ്ലിമിന് അങ്ങനത്തെ ധാരണ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ എല്ലാം മുളച്ചു പോകുന്നത് അടിസ്ഥാന ഈമാനിൽ നിന്നാണ്. ഈ അടിസ്ഥാന ഈമാന്റെ അടിത്തറ എവിടെയാ? അതിൽ എവിടെ നമുക്ക് തിറക്ക്, എവിടെ നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിലും എന്ത് വേണം? ആ അടിത്തറയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ചിന്ത ഉണ്ടാവണം. അതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരെ കാര്യം അല്ലാഹു നടത്തി തരും. ഒരു പേടിയും വേണ്ടിക്കണ്ട. ഇതിന് വലിയ ഉന്നത വലിയാകണോ? ഇല്ല. നാട്ടുപുറത്തൊക്കെ ഇഷ്ടം പോലെ സാധാരണക്കാരായ മുത്തഖീങ്ങളായ ആബിദീങ്ങളും സ്വാലിഹീങ്ങളും നമ്മളെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കണ്ടിരുന്നു. ഇപ്പോഴും ഉണ്ട്. പഴയ കാലത്ത് എമ്പാടുണ്ടായിരുന്നു. ഒരു വരുമാനമില്ല, പക്ഷെ ഒരു സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ കാര്യം ചെയ്യൂല. ചെറിയൊരു കച്ചവടമുണ്ട്, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം ചെയ്യൂല. ചെറിയ ഒരു ഏർപ്പാടുണ്ട്, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം ചെയ്യൂല. ചെറിയ വരുമാനം, പക്ഷേ നാട്ടിലേക്ക് നടക്കണ കാര്യമൊക്കെ മൂപ്പർക്കും നടക്കും. എല്ലാവരും പള്ളിയിൽ സംഭാവന കൊടുക്കുമ്പോൾ മൂപ്പരും കൊടുക്കും. എല്ലാവരും കുട്ടികളെ കെട്ടിക്കുമ്പോൾ ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് മൂപ്പരും ചെയ്യും. മൂപ്പർക്ക് അത്ര വലിയ വരുമാനം പ്രത്യക്ഷത്തിലില്ല, പക്ഷെ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞ അള്ളാന്റെ അടിമ വഷളാകൽ അള്ളാഹു തലാക്കല്ലേ അത് പ്രശ്നം. അള്ളാഹിന്റെ അടിമ വഷളാകുമ്പോൾ എന്തുകൊണ്ട്? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാതി ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു വലിയുല്ലദീന ആമനു. മുഅ്മിനീങ്ങളെ ഏറ്റെടുത്തവൻ ആരാണ്? അല്ലാഹുവാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ വഷളാകൽ അല്ലാഹുവിന്റെ പ്രശ്നം. അല്ലാഹുവല്ലേ മുഅ്മിനീങ്ങളെ ഏറ്റെടുത്തത്. അപ്പോൾ കാര്യം പ്രത്യക്ഷത്തിലോ മദ്രസ ചെറിയൊരു പരിപാടി മദ്രസയിലുണ്ട്, പള്ളിയിൽ ചെറിയൊരു ബാങ്ക് കൊടുക്കുന്ന പരിപാടിയും ഉണ്ട്. അലക്ഷ്യം കാര്യമൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് മുമ്പേ വിളിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ മുല്ലാക്കന്മാർ എത്ര ഉണ്ടായിരുന്നു? അത്തരം കാര്യം മുമ്പരോട് പറയാൻ തന്നെ പേടിയാണ്. മുല്ലാക്കനോട് പറഞ്ഞാൽ മുല്ലാക്ക സ്വീകരിക്കൂല. എത്ര നന്നായി മുല്ലാക്ക കൊടുക്കൂല. അങ്ങനത്തെ ആളുകളില്ലേ? എത്ര ദരിദ്രനാണ് പക്ഷെ മൂപ്പരോട് പറയാൻ പറ്റും. മൂപ്പർക്ക് അള്ളാഹ്ക്ക് പുറത്തില്ലാത്ത കാര്യം മൂപ്പരോട് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മൂപ്പര് വാങ്ങൂല. അങ്ങനെ കുറഞ്ഞ വരുമാനത്തിൽ എന്നാലോ എല്ലാവരും ഉള്ളതുപോലെ പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യത്തിലും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ട്? അവരെ വലിയ അല്ലാഹുവാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു. മുഅ്മിനീങ്ങളെ ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കണം. ഈ ഒരു അടിസ്ഥാനം ഇതിൽ നിന്നാണ് യഖീൻ. ഈ യഖീനിൽ അങ്ങോട്ട് ഉണ്ടായാൽ അപ്പോഴാണ് ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുക. അല്ലാത്ത കാലത്തോളം ആരാധനകൾ ആക്റ്റാവും. അല്ലാത്ത കാലത്തോളം റമളാനിൽ ഒടുങ്ങും, ശവ്വാലിൽ അത് വരൂല. മറ്റേത് റമളാന്റെ പകർപ്പ് തന്നെയാവും ചൊവ്വാലും. ചൊവ്വാലിന്റെ പകർപ്പാണ് ദുൽഖഅദ്, ദുൽഖഅദിന്റെ പകർപ്പാണ് ദുൽഹിജ്ജ, അതിന്റെ പകർപ്പാണ് മുഹറം. ഒരു വ്യത്യാസമില്ല. ലൈലത്തുൽ ഖദ്റിന് വേണ്ടി പ്രത്യേകം മുപ്പർക്ക് ഒരുങ്ങണ്ടയില്ല. ലൈലത്തുൽ ഖദ്ർ ഇറങ്ങും എന്നൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ലൈലത്തുൽ ഖദ്ർ അല്ലാത്ത ദിവസത്തേക്കാൾ കൂടുതൽ ഒരു കാര്യം മുപ്പർക്ക് ലൈലത്തുൽ ഖദ്റിൽ ചെയ്യാനില്ല. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദ്റിലും അല്ലാത്ത ദിവസം മുപ്പര് ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്നവരാണ്, അല്ലാത്ത ദിവസം ഹയാത്താക്കുന്ന ഒരാളാണ്. അല്ലാത്ത രാത്രിയും പൊട്ടിക്കരഞ്ഞ അള്ളാഹുലേക്ക് തേടുന്ന ആളുകളാണ്. അതാണ് ആരിഫിന്റെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്റാണ്. ചിന്തിക്ക്. ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ ഒരു വൃത്തികേട് ചെയ്യാൻ പാടില്ല, തോന്നിയാസം ചെയ്യാൻ പാടില്ല. തോന്നിയാസം ചെയ്താൽ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ഉണ്ടാവില്ല. ആരിഫീങ്ങൾക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്. അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാത്രിയും ചെയ്യൂല. അവർക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്. അറഫയുടെ പകലിൽ നന്മ ചെയ്താൽ വലിയ കൂലി കിട്ടും, തിന്മ ചെയ്താലോ ഭയങ്കര കുറ്റമായിരിക്കും. കാരണം അത്രയും പ്രധാനപ്പെട്ട പകലാണത്. അതുകൊണ്ട് അറഫയിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കര സൂക്ഷ്മത പുലർത്തും. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് എന്നും അറഫയുടെ പകലാണ്. അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു ദിവസം ചെയ്യൂല. അവർക്ക് അറഫയുടെ പകലിന് വേണ്ടി പ്രത്യേകം ഒന്നും ഒരുങ്ങണ്ടയില്ല. എന്നും അവർക്ക് അറഫന്റെ പകൽ തന്നെയാണ്. എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്റാണ്, എല്ലാ പകലും അറഫയാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ നോട്ടപ്പുറത്താണ്. അവർക്ക് അടിസ്ഥാനപരമായ ഒരു യഖീനുണ്ട്. അവരുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും സംഭവം അള്ളാഹുവിൽ സമർപ്പിതമാണ്. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറി വന്നാലല്ലാതെ നമുക്ക് നന്നാകാൻ കഴിയൂല. അത് മാറാത്ത കാലത്തോലോ നമുക്ക് റമളാൻ മാത്രം ഒരു പുണ്യപ്പെട്ട കാലം, അല്ലാത്ത പുണ്യപ്പെടാത്ത കാലമായിരിക്കും. റമളാനിൽ കൂലിയുടെ വർധനവില്ലേ എന്നുണ്ട്, അത് ഉറപ്പന്നെ. എന്നാൽ റമളാൻ അല്ലാത്ത കാലത്തോ അതുണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യനെ വെള്ളിയാഴ്ച മരിച്ച പ്രത്യേക കൂലി, മഹത്തായ കൂലിയുണ്ട്. വെള്ളിയാഴ്ച അല്ലാത്ത മരിച്ച ആളുകളല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച വഫാത്തായത്. എന്നിട്ട് എന്ത്
ലോകത്തെ ഏറ്റവും വലിയ വെള്ളിയാഴ്ചയേക്കാൾ വലിയ വെള്ളിയാഴ്ചയിലെ മുസ്തഫ റസൂലുള്ളാഹി വഫാത്തായ സമയം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, അവർക്കെന്നും വെള്ളിയാഴ്ച തന്നെയാണ്, അവർക്കെന്നും അറഫയാണ്, അവർക്കെന്നും ലൈലത്തുൽ ഖദ്റാണ്, അവർക്കെന്നും അങ്ങനെയാണ്, അവർക്കെന്നും അങ്ങനെയാണ്. മദീനയിൽ മരിക്കാൻ ചില ആളുകൾ കുടിക്കും, എല്ലാവർക്കും കൂടി മദീനയിൽ മരിക്കാൻ കഴിയും. എന്നാൽ മുഅ്മിനീങ്ങളുണ്ട് ചില ആളുകൾ എവിടെ മരിച്ചാലും വീട്ടിന്റെ മുറ്റത്ത് വെച്ചാലും മദീനയിൽ മരിക്കും. എന്തുകൊണ്ട്? മദീന അവരെ കൂടെ ഉണ്ടായിരിക്കും, മദീന അവരെ ഖൽബിലെ കൊട്ടാരായിരിക്കും. അള്ളാഹുവിന്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത ഒരു കാര്യം, അള്ളാഹും റസൂലും അല്ലാത്ത ഒരു കാര്യം ചിന്തയിലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടക്കാനും ഇരുന്നാലും പോയാലും വന്നാലും ഒക്കെ മദീനയാണ്. എന്താ പേടിക്കാനുള്ളത്? അവരും നടന്നാൽ മദീനയിലാണ്, ഇരുന്നാൽ മദീനയിലാണ്, അവർ മരിച്ചാൽ മദീനയിലാണ്, അവർ മൂത്തേടത്തെ പള്ളിക്കാട്ടിലാണ് മരിച്ചു കിടക്കുന്നതെങ്കിലും അത് മദീന തന്നെയാണ്. എന്തുകൊണ്ട്? മദീനയിലെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദാ നോട്ടവും ആ ഖബറിലേക്ക് ഉണ്ടായിരിക്കും. അത്രയും വലിയ റഹ്മത്തും റഊഫ് റഹീമല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഹിമ്മത്ത്, ഒരു മനുഷ്യന്റെ താല്പര്യത്തെ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് തിരിച്ചു വെച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് അയാളെ മൂടുവിലെ റഹ്മത്തുമുണ്ട്. എന്തുകൊണ്ട്? അത്രയും വലിയ റഹ്മത്തുൽ ആലമീൻ അല്ലേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മളെ കാര്യം നമ്മളാണ് നന്നാക്കുന്നത് എന്ന ചിന്തയിൽ നിന്ന് മാറും. പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും. ഏറ്റവും വലിയ അബദ്ധമായ വാക്കാണത്. അങ്ങനെ ജീവിക്കാൻ കഴിയും, അങ്ങനെ ജീവിക്കണ്ട്. മറ്റതോ ഒരു കരിഞ്ചന്ത വാങ്ങാതെ ചെയ്യാതെ ജീവിക്കാൻ കഴിയും. അങ്ങനെയാണോ ജീവിക്ക? ഇതാണ് ജീവിതം. ഒരു കരിഞ്ചന്ത ഇല്ല, ഒരു കള്ളത്തരല്ല, അങ്ങനെ ജീവിക്കുക. കുറച്ചേ കിട്ടിയുള്ളൂ, പക്ഷെ ബർക്കത്തുണ്ടാവും. കുറച്ചേ കിട്ടിയുള്ളൂ, അതിൽ ബർക്കത്തുണ്ടാവും. മറ്റേതോ കുറെ കിട്ടും, അതിൽ ക്യാൻസർ ഉണ്ടാവും. എന്നിട്ട് നീ തന്നെ അതുകൊണ്ട് മരിക്കും. പാവത്തരെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ പുറത്തേക്ക് ഒഴിവാച്ച ചീഞ്ചലം മുഴുവൻ ഈ വാരി കിട്ടിയത് നിനക്കെന്ത് കാര്യം? നിന്റെ ശരീരം അള്ളാഹു തന്നെ ശുദ്ധീകരിച്ചെന്ന പോലെ. അള്ളാഹുവിന് പൊരുത്തമില്ലാതെ കഴിച്ചാൽ അത് നിനക്ക് ക്യാൻസറായി മാറും, നിന്യനായി മരിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ പൊരുത്തത്തിൽ ദീർഘായുസ്വരിക്കും അള്ളാഹു. ദീർഘായുസ്വരിക്കാന്നുള്ള സംഗതി ഉണ്ടല്ലോ, ദീർഘായുസിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? അപ്പൊ അള്ളാഹിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് കിട്ടും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇതില്ലെങ്കിൽ റമളാനായിട്ടും ശഅബാനായിട്ടും നിൽക്കും. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ്. നമ്മൾ കാര്യങ്ങൾ മുഴുവനും റമളാൻ കഴിഞ്ഞു, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ തീരുമാനം? അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു കാര്യം ഇനി ചെയ്യാനില്ല. എന്തടോ വലിയ പാപ്പയാണ്, ഞാൻ തൽക്കാലം അങ്ങനെയാവും. ഇന്നലെ വരെ, കഴിഞ്ഞ ശഅബാൻ വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലം വരെ നമ്മളെ കൂടെ ചില തോന്നിയാസങ്ങൾക്ക് കൂട്ടുകിട്ടി നിന്നവന് ആദ്യം നമ്മൾ തമാശയാണെന്ന് തോന്നും, രണ്ടാമട്ടവും തമാശയാണെന്ന് തോന്നും, പിന്നെ അവനെ ഒഴിവാക്കും, പിന്നെ അവനെ നമ്മളെ പറ്റ ഒഴിവാക്കും. പിന്നെ അവനും ചിലപ്പോൾ ചിന്തിക്കും, അവനും മാറും. അവൻ മാറാനും നമ്മളെ ഈ വാക്ക് കാരണമാവും. പകുതി ഹലാലും പകുതി ഹറാമുമായ ഒരു കച്ചവടത്തിന്റെ ഒരു ചാൻസ് വന്നു. അങ്ങനത്തെ ധാരാളം കച്ചവടം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴോ ഈ റമദാനോടുകൂടി നമുക്ക് യഖീന് കിട്ടി, അള്ളാഹു അല്ലാത്തൊരു സംഗതിയില്ല. ഇവിടെ എല്ലാവർക്കും മനുഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടില്ലേ? മനുഷ്യന്മാരെ ഇത് കൊറോണക്കാലമാണ്, കൊറോണക്കാലം അള്ളാഹുവിന്റെ പരീക്ഷണ കാലമാണ്. ഇതിന് നമ്മൾ ആവശ്യത്തിലും അനാവശ്യത്തിലും തർക്കിക്കല വേണ്ടത്. ഇതിൽ പാഠം ഉൾക്കൊള്ളാണ്. എന്താ പാഠം? ഇതിലൊരാൾ അള്ളാഹുലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവന് ചാൻസ് നഷ്ടപ്പെട്ടു പോകും. അന്ത്യനാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഒരു കാലമാണ്. ഇത് അള്ളാഹിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഈ അടുത്ത കാലഘട്ടത്തിൽ വരുമാനം കുറഞ്ഞ ഒരു കാലമാണ് റമളാൻ. ഈ കഴിഞ്ഞ റമളാൻ ആർക്കും അങ്ങോട്ടും കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, പ്രയാസമായിരുന്നു. പക്ഷെ എല്ലാ വീട്ടിലും നല്ല റാഹത്തായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇനി നടത്തിത്തരും, പിടിക്കൊന്നും വേണ്ട. എന്തുകൊണ്ട്? കടം വാങ്ങേണ്ടതില്ലാതെ കൊടുക്കുന്നവനല്ലേ അല്ലാഹ്. കൊടുക്കാൻ കടം വാങ്ങേണ്ടതില്ല അവന്, അങ്ങനത്തെ കൊടുക്കുന്നവനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ എന്തിനു പഠിക്കണം? നമുക്ക് തരാൻ അവന് ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടതില്ല, ഒരാൾക്കും തരാൻ അവന് കടം വാങ്ങേണ്ടതില്ല. അങ്ങനെയുള്ള ആളല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനത്തെ ആളെ നമ്മൾ പരമർപ്പിച്ചാൽ നമ്മൾ എന്ത് പേടിയാണ്, എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പകുതി ഹലാൽ പകുതി ഹറാമുള്ള കച്ചവടമൊക്കെ പണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ തീരുമാനം എടുത്തു, ഇനി ഹലാല കച്ചവടം ചെയ്യുള്ളൂ.
പണ്ട് നമ്മളോട് ഈ കാര്യത്തിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിപ്പോ വന്നോടോ പറ്റൂല, അതില്ല, ഏത് അതാവൂല, എന്തോ ബഹുലാന്നല്ലേ അള്ളാഹ് കുറിച്ചല്ലാത്തൊരു കാര്യം എന്നോട് പറയാൻ വരണ്ട്. ഞാൻ വിഷയം എനിക്കില്ല, ഞാനുള്ളതിനൊക്കെ തൗബ ചെയ്ത് കഴിയുന്ന പണിയാണ്. എനിക്ക് പാവൂല ചെയ്തതിന് തന്നെ അള്ളാഹിനോട് പറഞ്ഞിട്ട് എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ വർത്താനം പറയണ്ട. ഹലാലായ വർത്താനം ഉണ്ടെങ്കിൽ എൻ്റെ പീടിയെ കയറിയാൽ മതി, ഇല്ലെങ്കിൽ ആ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് ഒരു വട്ടം രണ്ടോട്ടം പറയും. ചിലപ്പോൾ തിരിച്ചു പോകുന്ന പോക്കിൽ ആ മോട്ടോർ സൈക്കിൾ കയറിയിരുന്ന അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് മടങ്ങുമ്പോൾ അവനും ചിന്തിക്കും, പടച്ചോനെ എത്ര ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ചിന്ത എപ്പോഴും എനിക്ക് തരാത്ത എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ അയാൾ ആ മോട്ടോർ സൈക്കിളിൽ നിന്ന് കരഞ്ഞിട്ട് ചിലപ്പോൾ അയാളൊന്നാവും. കാരണം 4 ദിവസം കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് വരും, അവനും സജലങ്ങളായ കണ്ണുകളോടുകൂടെ വരും. എടാ എനിക്ക് മനസ്സിലായി, ശരിയാണ്, ഞാനൊക്കെ ഈ തോന്നിയാസത്തിന് പ്രേരിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ അടുത്ത് വലിയ തെറ്റാണ്, ഞാനില്ല, ഞാനും നിർത്തിയിടോ, നമുക്ക് ഞാൻ അള്ളാഹിന്റെ പൊരുത്തത്തിൽ മതി. അത്രയും ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ പള്ളിയായി മദർസയായി അതിനെ അവരാൽ കഴിഞ്ഞ സേവനം ചെയ്തുകൊണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. സ്ഥലം ഒരു കാലത്ത് അങ്ങനെ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അള്ളാഹു ഒരു ഭാഗ്യമാണ് തന്നു. പിന്നെ ഒരു മോശപ്പെട്ട കാര്യത്തിലേക്ക് പോയിട്ടില്ല, പിന്നെ അനാവശ്യം ചെയ്തിട്ടില്ല, അതിലേക്ക് പോയിട്ടില്ല. പിന്നെ അങ്ങനെ പള്ളി മദർസക്കായിട്ട് അങ്ങനെ മരിച്ചുപോയി. അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു റാഹത്തായി ഒരു ജീവിച്ചില്ലേ, എന്തോ ഒരു സന്തോഷമായ ജീവിതമായിരിക്കും ആ ജീവിതം. അതുകൊണ്ട് നമ്മളെ ചിന്തയിൽ വളരെ വ്യത്യാസം ഉണ്ടാക്കണം. എന്താ ചിന്ത? ഞാൻ എൻ്റെ വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്ന ചിന്ത ഒഴിവാക്കുക. ഞാനിങ്ങനെ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയും. ഞാനും നീയും മരിച്ചുപോയ കുടുംബം എങ്ങനെ ജീവിക്കുക? അതുമുള്ള പറയാ. നമ്മളങ്ങനെ ചിന്തിക്കും, ഞാനും നീ ഞങ്ങൾക്ക് മരിച്ചുപോയാലും നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ ഉള്ള കാര്യത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഭംഗി അവർ ജീവിക്കും. എന്തുകൊണ്ട്? അവരെ ഏറ്റെടുത്തവൻ ഞാനല്ലല്ലോ, അവരെ ഏറ്റെടുത്ത അള്ളാഹു അല്ലേ. ഒരു മഹാനായ സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. ആ സ്വാലിഹായ മനുഷ്യൻ മരിക്കാൻ സമയത്ത് ആ സ്വാലിഹായ വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ഗർഭം ധരിച്ചു. അങ്ങനെ ആ ഗർഭിണിയായ പെണ്ണ് പ്രസവത്തിൽ ആ പെണ്ണ് മരിച്ചും പോയി. ഇയാളാകട്ടെ ഒരു കുട്ടിയായി കിട്ടി, വയസ്സ് കുട്ടി കിട്ടി. ഇയാളാകട്ടെ രോഗിയായി വീട്ടിൽ പായത്തലൊക്കെ കിടക്കുന്ന വളരെ സ്വാലിഹായ മുത്തഖിയായ ഒരു മഹാൻ. മരിക്കാൻ കാലത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി, ഭാര്യ മരിച്ചും പോയി. ഈ കുട്ടി ചെറിയ കുഞ്ഞി പൈതലിനെ അദ്ദേഹം എങ്ങനെയോ ആ കിടന്ന കിടത്തത്തിൽ തന്നെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന് ഒരു ഖാദിമുണ്ടായിരുന്നു. ദിവസം ചെല്ലുന്നതോടും കൂടെ ഈ മഹാന്റെ അവസ്ഥ വഷളായി വന്നു. ആദ്യം മരണത്തോടടുത്തു. അപ്പോൾ ഖാദിം പറഞ്ഞ് മഹാനവർകളെ, ആ കുഞ്ഞിനെ എനിക്ക് തന്നാൽ ഞാൻ പോറ്റിക്കോളാം. അപ്പോൾ ഈ മഹാൻ പറഞ്ഞേ, ഇല്ല, പിന്നെ ഞാൻ നിനക്ക് തന്നാൽ നിനക്ക് ഇന്നിപ്പോ നീ എന്റെ ഖാദിമാണ്, ഇപ്പൊ നീ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ കുറച്ച് ഞാനൊക്കെ നിന്റെ മനസ്സിന്ന് പോകും. മനുഷ്യൻ അങ്ങനെയല്ലേ, കാലം കഴിയുന്നതനുസരിച്ച് മനസ്സിനൊക്കെ പോകും. പിന്നെ നിനക്ക് ഈ കുട്ടി ഒരു ശല്യവും, പിന്നെ എൻ്റെ കുട്ടി വളരെ ബുദ്ധിമുട്ടിലോ. അതുകൊണ്ട് എനിക്ക് തന്നോനെ തന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവാണ്. ഇതൊരു കാര്യം ചെയ്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ മയ്യത്തെടുത്ത് എല്ലാ പണിയും കഴിഞ്ഞാൽ നീ എൻ്റെ കുട്ടിയെയും കൊണ്ടുപോയിട്ട് നേരെ കഅബാലയത്തിനടുത്ത് പോവുക. കഅബാലയത്തിൻ്റെ അടുത്ത് പോയിട്ട് മത്താഫിൽ ആരുമില്ലാത്ത നേരത്ത് മത്താഫിൽ കിടത്തിയിട്ട് പോയിക്കോ, അത് അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്ത് ചെയ്ത്? ഈ മഹാൻ മരിച്ചു, മറവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ കുഞ്ഞിനെയും എടുത്ത് അദ്ദേഹം കഅബാലയത്തിൻ്റെ അടുത്ത് പോയി അങ്ങനെ മത്താഫിൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ രാത്രി ആരുമില്ലാത്ത നേരത്ത്, സുബഹിയുടെ മുമ്പുള്ള നേരത്ത്, ആരും മത്താഫിലില്ലാത്ത നേരത്ത്, പഴയ കാലമൊക്കെ അങ്ങനെയല്ലേ, ഇപ്പോഴല്ലേ മത്താഫിൽ സാധാരണ ആളുണ്ടാവുന്നത്, പഴയ കാലത്ത് അങ്ങനെയാണ്. മത്താഫിൽ ആളില്ലാത്ത നേരത്ത് കഅബാലയത്തിന്റെ മത്താഫിൽ തവാഫ് ചെയ്യുന്ന മത്താഫിൽ ഇയാൾ ആരുമില്ലാത്ത നേരത്ത് കുഞ്ഞിനെ കടത്തിയിട്ട് അയാൾ അവിടെ നിന്ന് മെല്ലാണ്ട് ഒഴിവായി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയോ? ഇയാള് വേറെ ഒരു വിളവെടുത്തു. എന്താ നടക്കുന്നതെന്നൊന്ന് കാണാലോ, റബ്ബിനെ ഏൽപ്പിച്ചാളാ, എന്നാ പിന്നെ റബ്ബ് ബാക്കി കാര്യം നോക്കിക്കോളും, ഈ എന്റെ പാട്ടിന് പോയിക്കോന്ന് പറഞ്ഞതാണ്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പോയില്ല. ഈ ഖാദിം ഇയാള് ഒരു തൂണിന് ചാരി മറിഞ്ഞ് ഇങ്ങനെ ഇരുന്നു, എന്താ നടക്കുന്നതെന്ന് കാണാലോ. അങ്ങനെ കുഞ്ഞവിടെ അങ്ങനെ കളിച്ച് ഇങ്ങനെ കടന്നു. സുബഹിയായപ്പോൾ, പ്രഭാതമായപ്പോൾ, സുബഹിയോടടുത്ത നേരത്ത് മത്താഫിലേക്ക് തവാഫിന് വരുന്നത് അക്കാലത്തെ മക്കയിലെ രാജാവിന്റെ രാജ്ഞിയാണ്. രാജാവിന്റെ രാജ്ഞിയും തോഴിമാരുമാണ് ആദ്യം തവാഫിന് വേണ്ടി വന്നത്. അപ്പോൾ മത്താഫിലെ ഒരു കുഞ്ഞളം പൈതലിങ്ങനെ ചിരിച്ചു കിടക്കുന്നു. അവര് ഭാര്യ എടുത്ത് പഠിച്ചോനെ, അല്ലാ ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ, അല്ലോ ഒരു പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുഞ്ഞിനെ അവരെടുത്ത് മുത്തം വെച്ച് അവര് തവാഫം ചെയ്ത് ആ കുഞ്ഞിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെന്തേ, രാജ്ഞിയുടെ വളർത്തുമോളായി വളർന്നു. രാജാവിന്റെ വളർത്തുമോളായി വളർന്ന ഈ കുഞ്ഞുമോള് പിന്നീട് മന്ത്രിയുടെ കുമാരനെ കെട്ടിച്ചു കൊടുത്തു. രാജാവിന്റെ രാജ്ഞിയുടെ സമ്പത്തിൽ വലിയൊരു ഭാഗം ഈ കുട്ടി കൊടുത്തു. നിങ്ങൾ അള്ളാനെ ചിന്തിക്കും.
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഒരാൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ അല്ലാഹുവിനോട് മതി. ഇതാണ് അടിസ്ഥാനം. അല്ലാതെ നമ്മൾ കോലം മാറ്റി നടന്നാൽ ജനങ്ങളെ മുന്നിൽ നമുക്ക് വലിയ താടിവാലന്മാരായി നടക്കാം എന്നല്ലാതെ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ നമുക്ക് വലിയ ആളാകും. ഇവിടെ റഹ്മത്തുള്ള കാസ്മിയാണ്, മറ്റേ വൈസിയാണ്, മറ്റേ കാസ്മിയാണ്, മറ്റേ ആളാണ്, മറ്റേ ഔലിയാണ്, മറ്റേ ധനാഢ്യനാണ്, മറ്റേ സാബാണ്, മറ്റേ വലിയ ധനാഢ്യനാണ്, മറ്റേ സ്റ്റേജിന്മേൽ മാത്രം ഇരുന്ന് പരിചയമുള്ള ആളാണെന്നൊക്കെ ഇവിടെ പറയാം. ഇവിടെ എല്ലാ ദിവസവും പത്രത്തിൽ ഫോട്ടോ വരാം. അത് ഇതിന്റെ അടിയിൽ ഉണ്ടായിക്കോളണമെന്നില്ല. ഇന്നത്തെ ഫോട്ടോ നാളെ ഉപകരിക്കൂല. ഇന്നത്തെ പത്രത്തിലെ ഫോട്ടോ നാളെ ആള് നോക്കൂല. നാളെ വേറെ ആള് വരും പത്രത്തിലിരിക്കാൻ. പത്രത്തിലിരിക്കാൻ വേണ്ടി നടക്കുന്ന പണിയും കൊണ്ട് നമ്മൾ അങ്ങനെ നടന്നാൽ ഇവിടെ നമുക്ക് ആളാകാം. നമുക്ക് തോന്നും ഇപ്പൊ ദുനിയാവ് ഒരിക്കലും റഹ്മത്തുള്ള കാസ്മിയാണ് നിൽക്കുന്നു, ഇപ്പൊ ദുനിയാവിലെ വലിയ ആള് ഞാനാണ് നിൽക്കുന്നു. അത് അള്ളാഹ്ക്ക് തോന്നിയാലല്ലേ നടക്കുള്ളൂ. അത് എനിക്ക് തോന്നും ഞാനാണ് ഇപ്പൊ കല്യാള്, ഞാനാണ് ഇവിടുത്തെ കാര്യം. അതുകൊണ്ട് ഞാൻ ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ ആളായി നടക്കും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം നേടാൻ പോണില്ല. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിമക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവന് അള്ളാഹു മതിയാവും. ഞാൻ ഹറാമായ മുതലുണ്ടാക്കി എന്റെ കുട്ടികളെ പോറ്റേണ്ട ആവശ്യം എന്ത്? അവർക്ക് നമ്മൾ എങ്ങനെ കുട്ടികൾ കഴിഞ്ഞുകൂടാ? എന്താ നീയും ഞാനും മരിച്ചാൽ എങ്ങനെ കുട്ടികൾ കഴിഞ്ഞുകൂടാ? അതുകൊണ്ട് ഹലാലായി അതെന്തിനാ എപ്പോഴാ മരിക്കുക, എപ്പോഴാ മരിക്കാത്തത്? ഏത് സമയം മനുഷ്യൻ മരിച്ചു പോയിക്കൊണ്ട് ഈ പ്രസംഗം അവസാനിക്കുന്ന എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ചിന്തിക്കണം. നമ്മളെ ജീവിപ്പിച്ചവൻ നമ്മളെ മരിപ്പിക്കുന്നു. നമ്മൾക്ക് ജീവിപ്പിക്കുന്നതിലും ധർമ്മമല്ല, ഉത്തരവാദിത്തമല്ല. മരിപ്പിക്കുന്ന ഉത്തരവാദിത്തമല്ല. അങ്ങനെയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ജീവിതത്തെ പഠിച്ചവൻ അവനാണ്, മരണത്തെ പഠിച്ചവൻ അവൻ തന്നെയാണ് അല്ലാഹു തആല. നമ്മളെ ചിന്ത നമ്മളെ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ അവൻ നന്നാവൂല. ആ കൈക്കൂലി അവന് ദുനിയാവിൽ ഉപകരിക്കൂല, അവന്റെ മക്കളിൽ ഉപകരിക്കൂല, അവന്റെ ഭാര്യ ഉപകരിക്കൂല. ആ കൈക്കൂലി വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ഭാര്യക്ക് കൊടുത്താൽ ആ ഭാര്യ പറഞ്ഞത് കേൾക്കൂല. ആ ഭാര്യയിൽ നിന്ന് ഒരു സുഖം അള്ളാഹു ഇലാഹിന്റെ പൊരുത്തത്തിൽ അനുഭവിക്കാൻ അവന് കഴിയില്ല. ഇലാഹിന്റെ പൊരുത്തത്തിൽ, ശൈത്താന്റെ പൊരുത്തത്തിലല്ലാതെ. ശൈത്താന്റെ പൊരുത്തത്തിൽ ഒരാൾ ഭാര്യയിൽ നിന്ന് സുഖം അനുഭവിച്ചാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നേരെ മറിച്ചോ ഹലാലായ സമ്പത്ത് കൊണ്ടാണ് ഭാര്യയെ പോറ്റിയെങ്കിൽ ആ ഭാര്യയെ കാണുന്നത് കണ്ണിന് അള്ളാഹു കുളിർമ കൊടുക്കും. അവനെ കാണുന്ന അവളുടെ കണ്ണിനും അള്ളാഹു കുളിർമ കൊടുക്കും. നേരെ മറിച്ച് ഹറാമായ മുതൽ കൊണ്ട് നമ്മൾ ഭാര്യയെ പോറ്റാണെങ്കിൽ അവൾ നമ്മളെ കാണുന്ന സമയത്ത് അവളെ മനസ്സിൽ ശൈത്താൻ ഇട്ട് കൊടുക്കുക. പഠിച്ചോനെ ഈ ജാതിയിൽ കോന്തനെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നായിരിക്കും. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഞാൻ. എന്തുകൊണ്ട്? ഹറാമായ മുതലാണ്ടാണ് അവളെ നമ്മൾ പോറ്റുന്നത്. അപ്പോൾ അവളെ കണ്ണിന്, അവളെ ലൈംഗികാവയവത്തിന്, അവളെ താല്പര്യത്തിന് നമ്മൾ മതിയാവൂല. അതാണ് എല്ലാ ഒളിച്ചോട്ടത്തിന്റെയും ഒരടിസ്ഥാനം. ഹറാമായ മുതലാണ് തടി കയറിയിട്ടുള്ളത്. ഹറാമായ മുതലാണ് തടി കയറിയിട്ടുള്ളത്. ഇത് ഈ ജാതി നമ്മളെ വിട്ട് ഓടുന്ന ഈ പെണ്ണിനെ നമ്മളെ ഹറാമ് കൊടുത്ത് പോറ്റുകയാണ്. 1, 2, 3, 4 കുട്ടികൾ ഉണ്ടായിട്ട് വരെ പെണ്ണിട്ട് ഓടുകയാണ്. എന്താ അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം പലപ്പോഴും ഭർത്താവന്നെ. ഓരോന്ന് അങ്ങനെയാണല്ലോ. അവളെ ഇന്ന ശൈത്താന യജ്രി ബിനിബിനി ആദമ മജ്റദ്ദമീന. രക്തം നടക്കുന്നിടത്ത് മുഴുവനും പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും. മനുഷ്യന്റെ ഭക്ഷണത്തിൽ നിന്നാണ് അവൻ രക്തം ഉണ്ടാവുക. ആ രക്തം ഹറാമാണെങ്കിൽ അവരൊക്കെ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിലേക്ക് മടങ്ങാന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങാന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങാന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ബാധിക്കുന്ന വെറുതെ നിസ്കരിക്കാൻ കൂലിട്ടൂല. എന്നെ കൽപ്പിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടുണ്ട്, നിസ്കരിക്കണം. പക്ഷെ അതുകൊണ്ട് ദുനിയാവ് തന്നെ നേട്ടണ്ടാവണം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബൻ. ഒരു സുന്ദരമായ ജീവിതം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു സുന്ദരമായ ജീവിതം ഇവിടെ തന്നെ ഉണ്ടാവണം. 10 പൈസ വരുമാനമില്ലാത്ത മനുഷ്യന് ബഹുമാനപ്പെട്ട അഹ്മദ് ജാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫളായിലി മിനിഞ്ഞാന്ന് നമ്മൾ പ്രഭാഷണത്തിൽ പറഞ്ഞു. മൊറോക്കോയിലെ രാജാവ് ബഹുമാനപ്പെട്ടവര് ദിക്ർ ചെല്ലാനുള്ള സാവിയ ഉണ്ടാക്കിയപ്പോൾ മൊറോക്കോയിലെ രാജാവ് 2000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് ഒരു പൈസ വാങ്ങിയില്ല. ആരാണിത്? ₹1 വരുമാനമില്ലാത്ത മനുഷ്യൻ, രാജകുമാരനെ പോലെ ജീവിക്കുക. എന്നിട്ട് രാജാവ് 2000 സ്വർണ്ണ നാണയം കൊടുത്തയച്ചിട്ട് വാങ്ങിയില്ല, ഒരു ഫിൽസ് വാങ്ങിയില്ല. എന്തുകൊണ്ട്? അവർക്ക് അതിന് ആവശ്യം. അവർ രാജാവിനേക്കാൾ വലിയ ആളുകളാ. അവരെ രാജാവ് അല്ലാഹുവാണ്. ഇതിനെ പഠിക്കുന്നത്. അല്ലാഹുവിലേക്ക് വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പണസഞ്ചിയുമായി
സ്വർണത്തിന്റെ ചാക്കുമായി വന്നു രാജാവ് വേണ്ടെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. വേണ്ടെന്ന് പറഞ്ഞു നിർബന്ധിച്ചു. അവസാനം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവര് വന്നിട്ട് എന്ത് ചെയ്ത്? സ്വർണ്ണ നാണയത്തിന്റെ കിഴിയിൽ എന്ത് ചെയ്ത്? സ്വർണ്ണ നാണയത്തിന്റെ കിഴിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ കിഴി കെട്ടി അതിന്റെ കയറങ്ങോട്ട് പൊട്ടിച്ചു. എന്നിട്ട് അതിങ്ങോട്ട് പൊട്ടിയപ്പോൾ കട്ടക്കട്ടയായ രക്തം ഈ സഞ്ചിയിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞു. ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞിട്ട് അനർഹമായ സമ്പത്ത് ഉണ്ടാക്കിയ സമ്പത്ത് നല്ലേ, നീ എന്നെ പിടിപ്പിക്കാൻ വേണ്ടി വന്നത്, നീ വേറെ ആളെ നോക്ക്, എന്നെ പറ്റില്ലാന്ന് പറഞ്ഞു. ആരോട്? രാജാവിന്റെ മുഖത്ത് നോക്കി. ആര്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. എന്ത്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. എല്ലാവരും അങ്ങനെ അവരൊരാളെ പേടിക്കൂല. രാജാവിനെ പേടിക്കൂല. എന്തുകൊണ്ട്? രാജാവിനൊന്നും ഒരു രോമത്തെ തൊടാൻ കഴിയില്ല. രാജാവിനെ പേടിക്കൂല, അവര് മന്ത്രിയെ പേടിക്കൂല, അവരൊരു തൂക്കടി സാഹിബിനെ പേടിക്കൂല. നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് റമളാൻ കഴിഞ്ഞപ്പോഴത്തെ നമ്മളെ അവസ്ഥ മാറി. എന്താ കാരണം? നമ്മൾ നിസ്കരിക്കുന്നതല്ലാതെ യഖീനില്ല. യഖീൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കാര്യം നടത്തുന്നത് നമ്മളല്ല എന്ന ഒന്നാം അടിത്തറയിൽ നിന്ന് യഖീൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എന്റെ കാര്യം നടത്തുന്നത് ഞാനല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ബേജാർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കാര്യം എന്റെ റബ്ബ് നടത്തി തരും. റബ്ബിലേക്ക് കൈ നീട്ടിയാൽ മതി. പിന്നെയോ ഞാനൊരു പണിയെടുക്കണം, അത് എന്റെ റബ്ബിനോട് കൽപ്പിച്ച രാവിലെ ഒരു പണിയെടുക്കണം, പകലൊരു പണിയെടുക്കേണ്ടത് തൊഴിൽ ചെയ്യണോ എന്റെ റബ്ബ് കൽപ്പിച്ചതാണ്. അതോ അങ്ങനെ തൊഴിൽ ചെയ്തപ്പോൾ 4 കുട്ടികളുണ്ടായി, ചിലർക്ക് 6 ഉണ്ടായി, ചിലത് 10 ഉണ്ടായി. 10, 14, 20, 21 മക്കളുള്ള ആളുകൾ 10, 26 മക്കളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾക്ക് 26 മക്കൾ. എന്നിട്ടോ രാജകുമാരനെ പോലെ ജീവിച്ചു. 26 മക്കളാ ബാഫഖ് തങ്ങൾക്ക്. എന്നിട്ട് തെർബിയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിരിവിന് വന്നപ്പോൾ 6000 ഉറുപ്പിക എടുത്തു കൊടുത്തത്. ആ പെട്ടിയുള്ള പൈസ മൊത്തം നാളെ റബ്ബ് തരുമെന്ന് അജന്റല വിശ്വാസം. അന്ന് 1 പവൻ സ്വർണത്തിന് ഇന്ത്യയിൽ 1936 കൊടുക്കുന്നത്. കോഴിക്കോട് തെർബിയത്ത് ഉണ്ടാക്കാൻ വേണ്ടി, തെർബിയത്ത് എന്ന സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാഫഖ് തങ്ങൾ വൈകുന്നേരം പിരിവുകാർ വന്നപ്പോൾ പിരിവ് കൊടുത്തത് പെട്ടിയിലുള്ള പൈസ മൊത്തം, കച്ചവടത്തിൽ പാണ്ഡികശാലയുള്ള പൈസ മൊത്തം എടുത്തിട്ടാണ് എണ്ണിച്ചാണ് കൊടുത്തു. എത്രയുള്ളത്? 6000 ഉറുപ്പിക കൊടുത്തു. അന്ന് ഇന്ത്യയിൽ 1 പവൻ സ്വർണത്തിന് 10 ഉറുപ്പിയാണ്. 10 കാലി 10 ഉറുപ്പിയ, അതായത് 600 പവൻ സ്വർണത്തിന്റെ പൈസ കൊടുത്ത്. ചിന്തിക്ക്. എത്ര മക്കള്? 10, 26 മക്കളുണ്ട്. രാജാവിനെ പോലെ ജീവിച്ച് കയ്യിലുള്ള ഒക്കെ കൊടുത്ത 26 മക്കളും 4 ഭാര്യമാരും. എങ്ങനെ ഞാൻ ജീവിക്കാം? ഒരു ചിന്തയില്ല. പിന്നെയും അള്ളാഹു പൊട്ടിച്ചാണ് കൊടുത്തു. എന്തുകൊണ്ട്? അള്ളാനെ ഏൽപ്പിച്ചവർക്ക് അള്ളാഹു മതിയാവും. ഇത് നമ്മൾ അള്ളാനെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ കാര്യം നമ്മൾ നടത്തുകയാണ്. അപ്പോഴോ റമളാൻ മാസം നമ്മളൊന്നും ഇങ്ങനെ ചിറ്റി കളിച്ചിട്ട് കുറച്ച് സമൂസയും തിന്ന്, കുറച്ച് വത്തക്ക വെട്ടിയിട്ട് തിന്ന്, കുറച്ച് സമൂസയും തിന്ന്, അന്ന് കുറച്ച് തറാവി നിസ്കരിച്ച് നമ്മൾ മുണ്ടാസം കെട്ടി നടക്കും. ഷവ്വാലും ഷഹബാനും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെയാണ്. അതിലൊക്കെ നമ്മൾ പഴയ കച്ചവടം ചെയ്ത്, പഴയ തോന്നിയാസം ചെയ്ത്, പഴയ കച്ചവടം വിത്തനപ്പെട്ടി തുറന്ന് അങ്ങനെ നമ്മൾ നടക്കും. ഞാൻ അവസാനിപ്പിക്കുക. അള്ളാഹുവിലേക്ക് മടങ്ങും. ഇനിയും ഈ വിഷയം പറയാനുണ്ട്. ഇതിന്റെ ഒരു ഭാഗം, ഇതിന് 4 ഭാഗം പറയാനുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങണമെങ്കിൽ യഖീൻ ഉണ്ടാവണം. യഖീൻ ഉണ്ടാകണമെങ്കിൽ വെറുതെ യഖീൻ എന്ന് പറഞ്ഞത് കാര്യമല്ല. യഖീൻ ഉണ്ടാകണമെങ്കിൽ ഞാനല്ല എൻ്റെ നിർമ്മാതാവ്, ഞാനല്ല സംവിധായകൻ, ഞാനല്ല ജീവിപ്പിക്കുന്നത്, ഞാനല്ല വലിപ്പിക്കുന്നത്. ഞാൻ ഒന്ന് ജീവിക്കണം. അള്ളാഹു തീരുമാനാണ്. ഞാനായി ഒരു ആപത്തിൽ പോയി ചാടരുത്. അതിന്റെ അർത്ഥം കൊറോണയിൽ പോയി ചാടണം എന്നാണല്ല. എന്നാലോ ഒരു അത്യാവശ്യത്തിന് കൊറോണ ഉള്ള നാട്ടിലൂടെ നമ്മളൊരു അത്യാവശ്യത്തിന് ഒരു കാര്യത്തിൽ നമ്മൾ കൊറോണ ഉള്ള നാട്ടിൽ പെട്ടുപോയി. നമ്മൾ അവിടെയാണ് ഉള്ളത്. അവിടെ ആളുകൾക്ക് നമ്മളാൽ സഹായം വേണ്ടതുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ അതിന് വേണ്ട സുരക്ഷിതത്വമൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ പണിയെടുക്കണം. കൊറോണ വന്ന് മരിക്കലാണ് നമ്മൾ. അള്ളാഹു തീരുമാനിച്ചെങ്കിൽ കൊറോണ നോക്കും. നമ്മുടെ മക്കളെയോ അള്ളാഹു സുന്ദരന്മാരായി ജീവിപ്പിക്കും. നമുക്കോ അവിടെ നല്ല ജീവിതം, അവിടെയും അവിടെ നല്ല ജീവിതം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കണം. ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കാതെ നന്നാക്കാൻ കഴിയില്ല. നിസ്കരിക്കാൻ കഴിയും, നിസ്കാരത്തായ്പ് ഉണ്ടാക്കാൻ കഴിയും, മുഅ്മിനാക്കാൻ കഴിയില്ല. നിസ്കാരത്തായ്പ് ഏത് കള്ളനും ഉണ്ടാക്കാൻ കഴിയും. നിസ്കാരത്തായ്പ് ഏത് കള്ളനും ഉണ്ടാക്കാൻ കഴിയും. അതിനാണ് വിചാരിച്ചത് 4 ദിവസം നിസ്കരിച്ചാലും നിസ്കാരത്തായ്പ് ഉണ്ടാവും. കാരണം നിസ്കാരത്തായ്പ് കൊണ്ട് എനിക്ക് കച്ചവടം നടന്നു പോകുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് നിസ്കാരത്തായ്പ് ഉണ്ടാക്കാനോ? അവർക്ക് നിസ്കാരത്തായ്പാണല്ലോ അവരുടെ ബെനിഫിറ്റ് ആകുള്ളത്. അവരുടെ റസ്മാലി അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തായ്പ് ആയിരിക്കും. ആ നിസ്കാരത്തായ്പ് കൊണ്ട് അവർക്ക് കച്ചവടം നടത്താൻ, ഏത് കള്ള കച്ചവടം നടത്താനും കഴിയും. അതുകൊണ്ട് മുഅ്മിനാകൂല. അതിന്റെ അർത്ഥം നിസ്കാരത്തായ്പുകാർ മോശക്കാരാണെന്നല്ല.
നിസ്കാരത്താകുമ്പോൾ കൊണ്ട് നല്ലതാവും എന്നുമില്ല. മനുഷ്യൻ നന്നാവണമെങ്കിൽ യഖീൻ വേണം. എന്റെ കാര്യം നടത്തുന്നത് ഞാനല്ല, എന്റെ കാര്യം എന്റെ റബ്ബാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഖ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കണം. അതിന്റെ ബിൽഡിങ്ങിന്റെ പണി ആരംഭിക്കുകയാണ്, എല്ലാവരും സഹായിക്കണം. 10,000 സ്ക്വയർ ഫീറ്റിൽ ബിൽഡിംഗ് എടുക്കൽ അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ദാറുൽ ഖുർആനിൽ വന്ന് കണ്ട് ആളുകൾക്ക് അത് ബോധ്യപ്പെടും. നിങ്ങളെ കൂട്ടത്തിലൊക്കെ നിഅമത്തുള്ള ആളുകൾ ഉണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പരലോക ഗുണത്തിന് വേണ്ടി പരിശുദ്ധ ദീൻ പഠിക്കുന്ന മക്കളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദാറുൽ ഖുർആൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഒത്തുപിടിച്ചാൽ നിങ്ങളെ കൂട്ടത്തിൽ അത് സ്വയമായി അത് എടുത്തു തരാൻ കഴിയുന്ന ആളുകളും ഉണ്ടാകും. അവരും അവരുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ബന്ധപ്പെടാൻ വഴിയോ അറിയിക്കണം. അതുമായി ദാറുൽ ഖുർആനെ സഹായിക്കണം. നിങ്ങളോട് മുന്നിൽ ദാറുൽ ഖുർആന് വേണ്ടി യാചിച്ചുകൊണ്ട് ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ ഹബീബിനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. اللهم أمرتنا بدعائك فوعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد صلى الله عليه وسلم فلا تردن أيدينا خائبين. പടച്ചോനെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ ഖൈറിന്റെയും റഹ്മത്തിന്റെയും വാതിൽ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. എല്ലാ നിഅമത്തിന്റെയും വാതിൽ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഖൈർ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളാണ് പല ആളുകളും. ഈ പ്രഭാഷണം കേട്ടവർ, ഈ സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണമേ റബ്ബേ. രോഗികളുണ്ട് നാടിന്റെ നാനാഭാഗത്തും, നാനാജാതി മതസ്ഥരും, എല്ലാവർക്കും നീ ശമനം നൽകണമേ റബ്ബേ. ഈ ഭയാനകമായ രോഗത്തിൽ നിന്ന് സകല ജാതി മനുഷ്യരെയും നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ജനജീവിതം സാധാരണഗതിയിലാക്കണമേ റബ്ബേ. പ്രയാസങ്ങളെ ദൂരീകരിക്കുകയും അല്ലാഹുവേ ജനങ്ങൾ സാധാരണഗതിയിലേക്ക് മടങ്ങണമേ റബ്ബേ. പ്രയാസങ്ങൾ ദൂരീകരിക്കും. ഞങ്ങളുടെ രാജ്യം ഭയാനകമായ രോഗത്തിന്റെ മുന്നിലാണ് അല്ലാഹ്. ആ ഭയാനകമായ രോഗം ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് എടുത്തു കളയണമേ റബ്ബേ. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ നിലയിലും ഞങ്ങൾ കാക്കണമേ റബ്ബേ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കുകയും പ്രയാസങ്ങളെ ദൂരീകരിക്കുകയും മശഖത്തുകളെ നീക്കുകയും ഖൈറിന്റെ വാതിൽ തുറക്കുകയും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും സന്തോഷത്തിനും റാഹത്തിനും ആക്കി തരണമേ റബ്ബേ. ആഫിയത്തിനെ ഞങ്ങൾക്ക് ദീർഘായുസ്സും, നിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സും, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന സമൂഹത്തിന് വേണ്ടിയും മനുഷ്യ സമൂഹത്തിന് വേണ്ടിയും ഈ പ്രപഞ്ചത്തിന്റെ നന്മക്ക് വേണ്ടിയും അധ്വാനിക്കുന്ന ആരോഗ്യവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹു, ആരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം നീ സഹായിക്കണമേ റബ്ബേ. ദാറുൽ ഖുർആന് വേണ്ടി അധ്വാനിച്ച എല്ലാ ആളുകൾക്കും സംഭാവന ചെയ്തവർക്ക് പ്രത്യേക അവരുദ്ദേശിച്ച, അവരേത് നാട്ടിലുണ്ടെങ്കിലും അവർക്ക് ഉദ്ദേശിച്ച ഖൈറും റഹ്മത്തും അവർക്ക് തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. എല്ലാ ഹറാമിനെ തൊട്ടും ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.